സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷി ആകാശിനോട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു. എൻ്റെ അച്ഛൻ വന്നതും ശപിച്ചതും പിന്നെ ഇവിടുത്തെ അച്ഛൻ ദേഷ്യപ്പെട്ടതും അമ്മ പിണങ്ങിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മറക്കാം ആകാശ്. അങ്ങനെ ശരിക്കും ഇന്നലെ ഞാൻ ആകാശിനോട് പറഞ്ഞില്ലേ, ഇന്നലത്തെ ദിവസം ആണ് പ്രത്യേകിച്ച് ഒരു ദിവസം ആദ്യരാത്രി, ഇനി 1000 രാത്രികൾ വന്നാലും ഇന്നലത്തെ ദിവസം പോലെ ആവില്ല എന്ന്. അതൊക്കെ ഞാൻ മാറ്റി. അങ്ങനെ ഇന്നാണ് നമ്മുടെ ആദ്യരാത്രി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആകാശിനെ പിടിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, ആകാശിന്റെ ഓരോ സ്വപ്നങ്ങളൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ ഭയങ്കരമായിട്ട് വാചാലാവുന്നുണ്ട്. അങ്ങനെ ആകാശിന്റെ കൈമൊക്കെ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് വന്ന് വാതിൽ മുട്ടുന്ന വെച്ചേക്കുമ്പോൾ നമ്മുടെ മീനാക്ഷി ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഗോമതിന് മുഖം തിരിച്ചു പിടിച്ചിട്ട് ഒരു ഗ്ലാസ് പാലായി നിൽക്കുന്നുണ്ട്. താങ്ക്സ് അമ്മേ, ഞാൻ ആലോചിച്ചുള്ളൂ ഇതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരുടെ താങ്ക്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അമ്മ എന്തിനാ എന്നോട് പിണങ്ങണേ? ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ അമ്മ എന്നോട് മിണ്ടിയതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ആരോടൊന്നും പറയാനൊന്നുമില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഗോമതി നേരെ പിണങ്ങിയ പോലെ തന്നെ പോകുന്നുണ്ട്. പിന്നെ പാല് മേടിച്ചിട്ട് ആകാശിനോട് പറയുന്നുണ്ട്, ആകാശ് കുടിച്ചിട്ട് പകുതി എനിക്ക് ഇതാന്ന് പറഞ്ഞപ്പോൾ ആകാശിന് വലിയ തൃപ്തിയില്ല. ആകാശിന് മറ്റൊരാൾ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കുന്നതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, അയ്യേ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി നീയും കുടിക്കണ്ട, നീ കുടിച്ചതിൻ്റെ ബാക്കി എനിക്കും കുടിക്കാൻ എത്ര താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ ഇതൊരു ആചാരമാണ്. ഇത് ഇന്ന് മുതൽ നമ്മൾ 2 പേരല്ലല്ലോ, ഒരാളല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒക്കെ പറയുന്നത്. ഇത് കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷി നിർബന്ധിച്ച് ആകാശിനെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട്. പകുതി മീനാക്ഷിയും മേടിച്ച് കുടിക്കും. ആ സമയത്ത് മധുരത്തിന് കുറവുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആകാശ്. അപ്പം മീനാക്ഷി പെട്ടെന്ന് ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ ആകാശിൻ്റെ മുഖത്തേക്കൊക്കെയാണ് തെറിക്കുന്നത്. പിന്നെ സോറിയൊക്കെ പറഞ്ഞ് അതൊക്കെ തുടച്ച് കഴിയുമ്പോൾ പിന്നീട് ആകാശിൻ്റെ മനസ്സിൽ ഇങ്ങനെ വിഷമം തന്നെയാണ്. ആകാശ് ഇങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിയോട് പറയുന്നുണ്ട്, മീനാക്ഷി എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ എനിക്ക് ആനന്ദേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ആനന്ദേട്ടൻ വിവാഹം കഴിക്കാണ്ട് ഞാൻ കഴിച്ചതിൽ അതിലൊന്നും സാരമില്ല. അതൊക്കെ ഇപ്പം എല്ലാ വീട്ടിലും അവരാർക്ക് ഇഷ്ടമുള്ള സമയത്ത് വിവാഹം കഴിക്കാമെന്നാണ്, അല്ലാതെ മൂത്ത ആള് ഇളയാളെന്നൊന്നും ഇല്ല. ആകാശ് പേടിക്കേണ്ട എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അടുത്തത് എന്ത് പറയുന്ന ആലോചിച്ച് ബാലൻ പറഞ്ഞ കാര്യങ്ങളെടുത്ത് പറയാനും പറ്റുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ച് എന്ത് ചെയ്യുന്ന ആലോചിക്കും. എന്തായാലും ഇങ്ങനത്തെ സംസാരം ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, അല്ല നമ്മൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനിയൊരു പ്രശ്നമല്ലേ, ചേട്ടനത് വിഷമാവും, ആനന്ദേട്ടന് വിഷമാവും, ആനന്ദേട്ടൻ്റെ ജീവിതം, ആനന്ദേട്ടൻ ഒരു കല്യാണം കഴിക്കുന്നത് വരെയും കല്യാണം കഴിക്കുന്നത് വരെയും അല്ല, എനിക്ക് മനസ്സിന് വിഷമമായിരിക്കും എന്ന് പറയുന്നു. അതിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആനന്ദേട്ടന് പറ്റിയൊരു പെൺകുട്ടിയെ വേഗം കണ്ടുപിടിക്കാം എന്ന് മാത്രം പറയുന്നുള്ളൂ മീനാക്ഷി എന്ന് പറയുന്നുണ്ട്. ഇനി ഇന്നത്തെ സംസാരത്തിൻ്റെ കോട്ട കഴിഞ്ഞു എന്നും പറഞ്ഞ് മീശമാധവനിലെ പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്നിട്ട് കട്ടിലിൽ പിടിച്ചിരുത്തുന്നുണ്ട്. എന്തായാലും ആകാശിൻ്റെ മനസ്സിൽ ആകാശ് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണ്, എനിക്ക് ഇവളോട് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ, എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം, എൻ്റെ ആനന്ദേട്ടന് വേണ്ടി എനിക്കിതെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആകാശ് ആ തീരുമാനം എടുത്ത്. അങ്ങനെ ആകാശ് മീനാക്ഷിയോട് പറയുന്നുണ്ട്, മീനാക്ഷി നീ എന്നെ ഒന്ന് തൊട്ട് നോക്കിയേ, കണ്ട ഞാൻ ആകെ വിറയ്ക്കുന്നു പറഞ്ഞപ്പോൾ പനിയൊന്നും ഇല്ലല്ലോ, എനിക്ക് നല്ല പനിയുണ്ടെന്ന് പറഞ്ഞു ആകാശ് പെട്ടെന്ന് ചാടിപ്പോയി കഴിഞ്ഞിട്ട് മൂടി പോച്ച് കിടക്കുമ്പോൾ മീനാക്ഷി അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ വിഷമത്തോടെ ഇങ്ങനെ ആകാശിനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അനുശ്രീ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി വരുമ്പോൾ മീനാക്ഷിയോട് എങ്ങനെയുണ്ട് ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ആകാശ് റൊമാൻറ്റിക് ആയിരുന്നു, പാട്ട് പാടി അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി വന്നിരിക്കുന്നത് എന്താ എവിടെയെന്ന് വെച്ചപ്പോൾ, അല്ല മീനാക്ഷി അനുമോൾ എന്നോട് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ചോദിച്ചാണ് അമ്മയെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് 2 പേർക്കും ഒരു ബോധമൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് അച്ഛൻ കേൾക്കുകയും കൂടെ വേണ്ടാന്ന് പറഞ്ഞ് ഗോമതി പോകും. പിന്നീട് ആകാശിൻ്റെ മുറിയിൽ ചെന്ന് മീനാക്ഷി ചോദിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആകാശ് ഭയങ്കര റൊമാൻറ്റിക്കാണ്, ആകാശ് പാട്ടൊക്കെ പാടിത്തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി മനസ്സിലെ വിഷമമാണ് അതെന്നുള്ള കാര്യം ആകാശിന് മനസ്സിലാവുന്നുണ്ട്. ആകാശ് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി നിന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെയല്ല നീ അതിപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രിയും മറ്റേ രാപ്പനി ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ വാതിൽപ്പം മുട്ടുന്നുണ്ട്. ആരാതെന്ന് ചോദിക്കുമ്പോൾ ഗോമതി ആയിരിക്കും. ആകാശം എന്ന ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മുഖം തിരിച്ച് കൊടുക്കുന്നുണ്ട്. എന്താ അമ്മ എങ്ങനെ, അമ്മ ഒന്ന് നല്ലോണം ചിരിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരോട് ചിരിക്കൊന്നും വേണ്ട, എനിക്ക് ആരോടും പരിഭവം ഇല്ല, ദേഷ്യവും ഇല്ല, ഇഷ്ടവും എന്ന് പറയും. അച്ഛനെ പേടിച്ചിട്ടുണ്ടല്ലേ അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അച്ഛനോട് ഉള്ളതുകൊണ്ടല്ല, എനിക്ക് ബാലേട്ടനെ പേടിയൊന്നുമില്ല,
ഹായ് ഗുഡ് മോർണിംഗ് അച്ഛാ എന്ന് പെട്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ ഗോമതി ചാടി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. കണ്ട അപ്പം അച്ഛനെ പേടിയില്ലാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷി ശരിക്കും പറഞ്ഞാൽ ഗോമതിക്ക് മീനാക്ഷിയോട് സ്നേഹമുണ്ട്, പക്ഷേ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് അലോക് പുറത്ത് നിൽക്കുന്നുണ്ട്. അലോക് വന്നിട്ട് പറയും, എടി മിത്ര നീയല്ലേ പറഞ്ഞത് അവിടെ ഒന്നും നടന്നിട്ടില്ല, അവിടെ ചൊക്കും നടന്നിട്ടില്ല, ആര്യനെ കയറ്റിന്നൊക്കെ നീ നോക്കിക്കോ, അതിപ്പോൾ അവിടെ പോലീസ് വരും എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു നിൽക്കലെ പോലീസ് വണ്ടി ദേവമംഗലത്തിന്റെ പടിക്കൽ വന്ന് നിൽക്കും. മിത്രൻ ഈ സന്തോഷത്തോടെ അച്ഛനെയും ചെറിയച്ഛനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്തോ ആ സമയത്ത് തന്നെ ബാലൻ പെട്ടെന്ന് പറയുന്നുണ്ട്, ഗോമതി ഇതേ നിന്റെ മോൻ എന്തോ കുരുത്തക്കേട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒന്നിലും ഇടപെടില്ല ഏട്ടാ, പറഞ്ഞില്ല എന്ന് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വന്ന് ചോദിക്കുന്നത് ബാലന്റെ വീട് എന്ന് ചോദിക്കുന്നത്. അദ്ദേഹം നിന്ന് ആര്യൻ എന്ന് വെച്ചപ്പോൾ അയ്യോ ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഗോമതി കരയും, അവൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുന്നേ, ആര്യൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആര്യൻ അലോകിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അലോകിന്റെ അടുത്തേക്ക് ചെല്ലും. ബാലനും ഗോമതിയും മീനാക്ഷിയും ആകാശും എല്ലാവരും കൂടെ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, നീ അല്ലടാ അലോക് എന്ന് വെച്ചപ്പോൾ നീന്ന് അതെ എന്ന് പറഞ്ഞപ്പോൾ നീ കുത്തിത്തിരിപ്പിന് അതായത് ബാലനെതിരെ പ്രേരണാ കുറ്റത്തിന് ഒരു കേസ് കിട്ടിയിട്ടുണ്ട്, നീയല്ലേ കേസ് കൊടുത്തതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ അലോകിനെ അവിടെ ഇട്ട് പൊരിക്കുന്നുണ്ട് പോലീസുകാർ. ഒരു രക്ഷയില്ല. ആ സമയത്ത് അലോകിനോട് ആര്യം പറയുന്നേട്ടാ, നീ എന്താ വിചാരിച്ചേ, എൻ്റെ അച്ഛൻ എന്നെ തല്ലും അടിക്കും കൊല്ലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അതെ എൻ്റെ അച്ഛൻ എൻ്റെ ശ്വാസമാണ് എന്ന് വെച്ചിട്ട് നീ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അച്ഛനെതിരെ കേസ് കൊടുക്കാനൊന്നുമല്ല പോയത്. ഇപ്പം മനസ്സിലായില്ലേ, നീ എന്നെ കൂട്ടുപിടിപ്പിച്ച് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ വീട് തകർക്കാനല്ലടാ നീ നോക്കിയെന്നൊക്കെ ചോദിച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് ആര്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കണം. ആ സമയത്ത് ഇനിയിപ്പോൾ എന്താ സാറേ ചെയ്യേണ്ടതെന്ന് കൃഷ്ണമംഗലത്തുകാർ ചോദിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല, ഇവർ കേസ് പിൻവലിച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആര്യനോട് എന്താ തീരുമാനം എന്ന് വെച്ചപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഇനി ഇതൊന്നും പാടില്ല, എൻ്റെ അച്ഛനോട് നീ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ചെറിയച്ഛൻ പറയുന്നുണ്ട്, പോയി മാപ്പ് പറഞ്ഞാൽ രക്ഷയില്ല എന്ന് പറയുന്നുണ്ട്. വലിയച്ഛൻ പറയുന്നുണ്ട്, മാപ്പ് പറയടാ അല്ലാണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലൻ്റെ മുന്നിൽ ചെന്ന് മാപ്പ് എന്ന് മാത്രം പറയുന്നുള്ളൂ വലിയ അഭിമാനത്തോടെ. അങ്ങനെ തല കുമ്പിട്ട് നിന്നിട്ട് പറയുന്നത്. അങ്ങനെ പോലീസുകാർ പോകും. ആ സമയത്ത് അവരും തിരിച്ച് കൃഷ്ണമംഗലത്താരും പോകുമ്പോൾ ബാലൻ ആര്യനോട് ഒരു നന്ദി വാക്ക് പോലും പറയുന്നില്ല. എന്നൊരു മൂളലുള്ളപ്പോൾ ധർമ്മന് ദേഷ്യം വരുന്നുണ്ട്. ആ മൂളലൊന്ന് അഭിനന്ദിച്ചു ഉടയാളിയാന്ന് ചോദിക്കുന്നുണ്ട്. അതെ നീ ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ മേലിൽ പോലീസ് ഈ വീട്ടിലോ ആ വീട്ടിലോ വരാൻ പാടില്ല, അവർക്കെതിരെ പോലീസ് കേസൊന്നും കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബാലൻ അകത്തേക്ക് പോകും. പിന്നെ അങ്ങനെ ആ ഭാഗം കഴിയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മീനാക്ഷിനെ ആകാശിനെയൊക്കെ തന്നെയാണ്. എല്ലാവരും കൂടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് ആനന്ദിനോട് നമ്മുടെ ആകാശ് ആത്മാർത്ഥമായിട്ട് വിഷമം പറയും, അതായത് മനസ്സിൻ്റെ ഏട്ടൻ എന്നോട് വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാടാന്ന് വെച്ചപ്പോൾ ഞാൻ ചേട്ടനെ വിഷമിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. അത് എനിക്ക് നീ കല്യാണം കഴിച്ചില്ലൊന്നും വിഷമമൊന്നുമില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തതിൽ വിഷമമില്ല, അതൊക്കെ വിട്ട് കളയുമെന്ന് പറഞ്ഞു. ഈ അച്ഛനെ ധിക്കരിച്ചതിൽ മാത്രമേ എനിക്കൊരു വിഷമമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സോറി ചേട്ടാ എനിക്ക് പറ്റിപ്പോയതിന്, അത് വേറെ നിവർത്തില്ലാത്തത് കൊണ്ടാണ്, ചേട്ടൻ എന്നോടൊന്നും തോന്നരുതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമത്തോടെ മാപ്പൊക്കെ പറഞ്ഞു. നീ എന്നോട് മാപ്പൊന്നും പറയണ്ടടാ, ചേട്ടനൊരു ജീവിതം ഉണ്ടാവണവരെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതെന്താടാന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല, അത് പിന്നെ പറയാം, എന്തായാലും ഏട്ടന് പറ്റിയൊരു പെണ്ണിനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുന്നു പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലടാ, അതിൻ്റെ ആവശ്യമില്ല, എനിക്കിനി ഒരു വിവാഹം ഉണ്ടാവണമെന്നില്ല എന്നും പറഞ്ഞ് ആനന്ദ് വിഷമത്തോടെ അകത്തേക്കും പോകും. അങ്ങനെ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് ലാസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.